സംസ്ഥാനത്ത് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊഴികെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട്. അപ്പോൾ കുറച്ച് കാര്യമായ മഴ നമ്മൾ പ്രതീക്ഷിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിൽ പരക്കെ മഴയ്ക്കുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ പരക്കെ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഹേഷ്, അതുപ്രകാരം തന്നെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇന്ന് മാത്രമാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഓറഞ്ച് അലർട്ടാണ് ഇടുക്കിയിലും മലപ്പുറത്തും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള ഒരു പ്രവചനം അനുസരിച്ച് തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ എന്തായാലും നാളെ, അതായത് മെയ് 16-ന് കാലവർഷം എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു. അതുപ്രകാരം കാലവർഷം എത്തുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും അതോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കേരളം അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇടിമിന്നലേറ്റ് മരണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത വേണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഹേഷ്, ശരി, കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇടിമിന്നലിനും കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട്. ജാഗ്രതരായി ഇരിക്കുക. ഒരിടവേളയാണ് വളരെ